എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രമേഹ രോഗം എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ പ്രമേഹം വരുന്നത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രത്യേകതരം ജ്യൂസുകൾ കഴിച്ചാൽ നമുക്ക് പ്രമേഹം തടയാം അല്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായി രണ്ട് തരത്തിലുള്ള പ്രമേഹമാണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റിസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിസ് ഈ പ്രമേഹത്തിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് വരാൻ. പക്ഷേ ഈ മുതിർന്നവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്ന പ്രമേഹമാണ്. ഇത് നമ്മുടെ ജീവിത രീതിയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിത രീതികൾ തന്നെയാണ്. അപ്പോൾ ഒരു മാജിക്കൽ റെമഡികൾക്ക് പിന്നാലെ പോവാതെ നമ്മുടെ ജീവിത ശൈലിയിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ തടയാൻ സാധിക്കും. അതേപോലെ വന്നിട്ടുള്ള ഇതുപോലെ പ്രമേഹം വന്ന ശേഷമാണെങ്കിൽ കൂടി മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് നിയന്ത്രിക്കാൻ ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ ജീവിത രീതികളിൽ പെട്ടത് എന്തൊക്കെയാണ്? നമ്മുടെ ഭക്ഷണം, ഉറക്കം, വ്യായാമം, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മുടെ ജീവിത രീതിയിലുള്ളത്. അതിൽ തെറ്റായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ഭക്ഷണ രീതികൾ, അസമയത്തുള്ള ഭക്ഷണം, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക. അതേപോലെ നമ്മുടെ ശാരീരിക ബലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യായാമം നമ്മുടെ ദിനചര്യയിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരിക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എണീക്കുക. അത്തരത്തിലുള്ള രീതികൾ നമ്മളുടെ ദിനചര്യയിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ തടയാനും വന്നിരിക്കുന്ന അസുഖങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും. അപ്പം മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മളിത് തെറ്റായിട്ടുള്ള ജീവിത രീതികൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ മരുന്നിന് നമ്മളെ സഹായിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാജിക്കൽ റെമഡികൾക്ക് പിന്നാലെ പോവാതെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. താങ്ക് യു.